നമസ്കാരം. ഉക്രൈനിൽ തീമഴ പെയ്യിച്ച് റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ സെലൻസ്കി പെട്ടു. കീവ് നഗരത്തിൽ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തുകയാണ് റഷ്യ. പുതിയ യുണൈറ്റഡ് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ച് റഷ്യ നഗരത്തെ കിടുകിടെ വിറപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു. സാഹചര്യങ്ങൾ ഗുരുതരമാകുന്നു. ഉക്രൈനിൽ തീമഴ പെയ്യിച്ച് റഷ്യ കുതിക്കുമ്പോൾ സെലൻസ്കിയുടെ ചെറുത്തുനിൽപ്പുകൾ പാഴാകുന്നു. അക്ഷരാർത്ഥത്തിൽ സെലൻസ്കി പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അധിനിവേശ കിഴക്കൻ യുക്രൈനിൽ റഷ്യൻ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടി എന്നോണം വലിയ പ്രഹരവുമായിട്ട് റഷ്യ എത്തി. ആണവശേഷിയുള്ളതും വിനാശകാരിയുമായിട്ടുള്ള റഷ്യയുടെ അത്യാധുനിക ഒറേഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ കീവിനെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നഗരത്തിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ വിതച്ച ഈ മിസൈൽ ആക്രമണത്തെ തുടർന്ന് കീവ് നഗരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുക. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് പതിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ കീവിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിസൈലുകൾ വന്ന് പതിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് നഗരത്തിലെ ജനവാസ മേഖലകളിലും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലും വലിയ തോതിൽ സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായി. കനത്ത പുകപടലങ്ങളാൽ മൂടിയ നഗരത്തിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല, യുക്രൈനില് അത്യാഹിത വിഭാഗവും രക്ഷാപ്രവർത്തകരും ആളുകളെ ഒഴിപ്പിക്കുവാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കനത്ത നാശനഷ്ടമുണ്ടായ കീവിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള പ്രാഥമിക നിഗമനങ്ങൾ എത്തുന്നു. റഷ്യ ഈ പുതിയ യുദ്ധതന്ത്രത്തിലൂടെയും അത്യാധുനിക ആയുധ പ്രയോഗത്തിലൂടെയും ഒക്കെ ഉക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈൻ നൽകുന്ന സൈനിക പിന്തുണയ്ക്കുള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈൻ ഭരണകൂടം നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ സെലൻസ്കി ഒന്ന് ചാഞ്ചാടുകയാണ്. ഇനി യുദ്ധം എങ്ങോട്ട് പോകുമെന്നറിയാതെ, ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സെലൻസ്കി എത്തിച്ചേരുന്നു. റഷ്യൻ ആക്രമണത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതായിട്ട് നിരവധി ജനവാസ കെട്ടിടങ്ങൾക്കും സ്കൂളുകൾക്കും ബിസിനസ് സെന്ററുകൾക്കും തീപിടിച്ചതുമായിട്ട് തന്നെ കീവ് മേയർ വിറ്റാലി ക്ലിഷോക്കോ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ, യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് യുക്രൈൻ ജനങ്ങളോട് മുൻകൂട്ടി സുരക്ഷിത താവളങ്ങളിലേക്ക് മാറാൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. റഷ്യയുടെ ഈ ഭ്രാന്തൻ നീക്കത്തിനെതിരെ ലോകരാജ്യങ്ങൾ വെറുതെ ഇരിക്കരുത് എന്നും മോസ്കോയിൽ മേൽ വളരെ ശക്തമായിട്ടുള്ള രാജ്യാന്തര സമ്മർദ്ദം ചെലുത്തണമെന്നും സെലൻസ്കി ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സെലൻസ്കിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സെലൻസ്കി അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നു. ഒറേഷ്നിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള റഷ്യയുടെ മൂന്നാമത്തെ വലിയ ആക്രമണം യുദ്ധത്തിന്റെ തീവ്രത ഇനിയുമേറെ വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ലോകം എത്തിച്ചേർന്നിരിക്കുന്നു. ഉക്രൈനിൽ സത്യത്തിൽ റഷ്യ തീമഴ പെയ്യിച്ചിരിക്കുകയാണ്. റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തത്വത്തിൽ അക്ഷരാർത്ഥത്തിൽ വ്ളാഡിമിർ സെലൻസ്കി പെട്ടുപോയിരിക്കുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ലോകത്തോട് പ്രതികരിക്കുവാൻ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു.